അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇഖ്റ വോളേജ് സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2026 ഫെബ്രുവരിയിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 4 അറബിക് പെഡഗോഗി ചോദ്യപേപ്പറാണ്. ഈ ചോദ്യപേപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മാഷാ അല്ലാ, ഈ ഒരു ചോദ്യപേപ്പർ അറ്റൻഡ് ചെയ്ത നമ്മുടെ കുട്ടികൾക്കെല്ലാം തന്നെ നല്ലതുപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പെഡഗോഗി ചോദ്യപേപ്പറാണിത്. അതിനുള്ള കാരണം എന്താ ചോദിച്ചാൽ, നമ്മൾ ഡെയിലി ടെസ്റ്റായിട്ടും വീക്ക്ലി ടെസ്റ്റായിട്ടും മോഡൽ എക്സാമൊക്കെ ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ അതേപോലെ തന്നെ റിപ്പീറ്റ് വന്ന ഒരു ചോദ്യപേപ്പർ കൂടെയാണ് ഇത് എന്നുള്ളൊരു പ്രത്യേകത കൂടെയുണ്ട്. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് വായിക്കാം. ഞാൻ സാധാരണ പറയുന്നത് പോലെ തന്നെ ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു ഉത്തരം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവസാനം ചോദ്യങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞതിന് ശേഷം എത്രത്തോളം ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്വയം ഉത്തരം എഴുതാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അൽ ഹദ്ഫു തർബവി യുറക്കിസു അസാസൻ അല. അടിസ്ഥാനപരമായി വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നാണ് ചോദ്യം. അൽ ഹദ്ഫു തർബവി, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം, യുറക്കിസു അസാസൻ, അടിസ്ഥാനപരമായിട്ട് അത് കേന്ദ്രീകരിക്കുന്നത് എന്തിലാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഒന്നാമത്തെ ഓപ്ഷന്? കിമ്മിയത്തുൽ മഅലൂമാത്ത്. കിമ്മിയ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയാണ്, ക്വാണ്ടിറ്റി. കിമ്മിയത്തുൽ മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് അറിവുകൾ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഒരുപാട് അറിവുകൾ നൽകുക, കുട്ടികൾക്ക് ഒരുപാട് അറിവുകൾ പാസ് ചെയ്യാം, അതാണോ ലക്ഷ്യം? ഓപ്ഷൻ ബി, റഗ്ബത്ത് ഔലിയാ ഉൽ ഉമൂർ. എന്താണ് റഗ്ബത്ത് ഔലിയാ ഉൽ ഉമൂർ എന്ന് പറഞ്ഞാൽ? അതായത് സ്കൂൾ നടത്തിപ്പുകാരുടെ ഇഷ്ടം നേടിയെടുക്കുക എന്നുള്ളത്. ഔലിയാ ഉൽ ഉമൂർ എന്ന് പറഞ്ഞാൽ കൈകാര്യകർത്താക്കളൊക്കെ ഉണ്ടാവുമല്ലോ, ഗവൺമെൻറ് ആവട്ടെ, അതുപോലെയുള്ള അത്തരം പോളിസിയൊക്കെ നടപ്പിലാക്കുന്ന അത്തരം നടത്തിപ്പുകാർ, അവരുടെ ഇഷ്ടം സമ്പാദിക്കുക. ഓപ്ഷൻ സി, അസ്സുലൂക്കുൽ മുതവക്കിൽ ലിദ്ദാരിസ് എന്ന് പറഞ്ഞാൽ പഠിതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റം. അസ്സുലൂക്കുൽ മുതവക്കിൽ ലിദ്ദാരിസ്, പഠിതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റം. എക്സ്പെക്റ്റഡ് ബിഹേവിയർ ഓഫ് ദ ലേണർ, ലേണറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നല്ല സ്വഭാവം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ഡി, അദദു ദുറൂസ്, ഒരുപാട് ക്ലാസ് കൊടുക്കുക, ഒരുപാട് പാഠഭാഗങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, ഇതിലേതാണ് കറക്റ്റ് ആൻസർ? നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരുപാട് അറിവുകൾ കൊടുക്കുക എന്നുള്ളതോ, അതല്ലെങ്കിൽ കൈകാര്യകർത്താക്കളുടെ ഇഷ്ടം നേടിയെടുക്കലോ, അതല്ലെങ്കിൽ ഒരുപാട് പാഠഭാഗങ്ങൾ അവർക്ക് മുമ്പിൽ സമർപ്പിക്കലോ ഒന്നുമല്ല. മറിച്ച് ഒരു പാഠഭാഗം പഠിച്ചു കഴിയുമ്പോൾ വിദ്യാർത്ഥിയുടെ അറിവിലോ മനോഭാവത്തിലോ പ്രവൃത്തിയിലോ ഉണ്ടാകേണ്ട മാറ്റമാണല്ലേ, ആ മാറ്റമാണ് എന്ത് ചെയ്യണത്, വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത്. ഒരു അധ്യാപകൻ എത്ര വിവരങ്ങൾ നൽകി എന്നതിനേക്കാൾ ആ വിവരങ്ങൾ കൊണ്ട് വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് എന്ത് ചെയ്യണത്, നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് അസ്സുലൂക്കുൽ മുതവക്കിൽ ലിദ്ദാരിസ്, എക്സ്പെക്റ്റഡ് ബിഹേവിയർ ഓഫ് ദ ലേണർ, പഠിതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റം, സ്വഭാവമാണ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അൽ മൻഹജു ദിറാസി ഹുവ. എന്താണ് മൻഹജു ദിറാസി? മൻഹജു ദിറാസി എന്ന് പറഞ്ഞാൽ കരിക്കുലം. കരിക്കുലം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താണ് കരിക്കുലം? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. അൽ കിതാബുൽ മദ്രസി ഫഖത്ത്. അൽ കിതാബുൽ മദ്രസി എന്ന് പറയുമ്പോൾ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കാണ് കരിക്കുലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിതാബുൽ മുഖറർ എന്നും ടെക്സ്റ്റ് ബുക്കിന് പറയും കേട്ടോ, അതുകൂടെ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ കരിക്കുലം എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കാണ്. ഓപ്ഷൻ ബി, അൽ ഹുത്തത്തു ദിറാസിയ ഫഖത്ത്. എന്താണ് ഹുത്തത്തു ദിറാസിയ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹുത്തത്തു ദിറാസിയ എന്ന് പറഞ്ഞാൽ ലേണിംഗ് പ്ലാൻ ആണ് മൻഹജു ദിറാസിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ സി, ജമീഉ അൽ ഖുബറാത്ത് വൽ അൻഷിത, എല്ലാ എക്സ്പീരിയൻസും. ഖുബറാത്ത് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഒരു സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ എക്സ്പീരിയൻസും അത്
ക്ലാസ്സിൽ നിന്നും ക്ലാസ്സിന് പുറത്തു നിന്നും എല്ലാം തന്നെ ഉൾക്കൊള്ളുന്നതാണ്. അതേപോലെ അൻഷിത ആക്ടിവിറ്റീസും. അപ്പോൾ കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം ഉൾപ്പെട്ടുകൊണ്ട് കുട്ടിക്ക് എന്തൊക്കെയാണ് ഒരു വർഷം നമ്മൾ കൊടുക്കാൻ പോകുന്നത് അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് കരിക്കുലം എന്നുള്ളത്. ഓപ്ഷൻ ഡി അൽ ഇംതിഹാനാത്ത് ഫഖത്ത്. എന്ത്? എക്സാംസ് മാത്രം, പരീക്ഷയാണ് കരിക്കുലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ? കരിക്കുലം എന്ന് പറഞ്ഞാൽ അത് ഒരു കുട്ടിക്ക് നൽകുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് എന്ത്? കരിക്കുലം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അൽ ഖത്തുൽ മുനാസിബ് ലിൽ ഇബ്തിദാഇ ഹുവ. എന്താണ് ഖത്തുൽ മുനാസിബ്? യോജിച്ച എഴുത്ത് രീതി. ലിൽ ഇബ്തിദാഇ പ്രൈമറി ക്ലാസ്സിന് അനുയോജ്യമായ എഴുത്ത് രീതി ഏതാണ്? ഓപ്ഷൻ എ റുക്അ, ഖത്തുർ റുക്അ, ഖത്തുൻ നസ്ഖ്, അദ്ദീവാനി, അൽ കൂഫി. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഖത്തുൻ നസ്ഖ്. ഖത്തുൻ നസ്ഖാണ് പ്രൈമറി ക്ലാസ്സിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എഴുത്ത് രീതി. എന്താണ് ഖത്തുൻ നസ്ഖ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖത്തുൻ നസ്ഖ് വളരെ വ്യക്തവും വേർതിരിച്ചറിയാൻ കഴിയുന്നതുമാണ്. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഖത്തുൻ നസ്ഖാണ്. അതേപോലെ വിശുദ്ധ ഖുർആനിൻ്റെ എഴുത്തൊക്കെ എന്താണ്? ഖത്തുൻ നസ്ഖാണ്. അത് വ്യക്തമാണ്. നമുക്ക് അക്ഷരങ്ങളൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള എഴുത്താണ് എവിടെ ഉണ്ടാവുന്നത്? ഖത്തുൻ നസ്ഖിൽ ഉണ്ടാകുന്നത്. അക്ഷരങ്ങൾക്ക് കൃത്യമായ വലിപ്പം, ഘടന, അതുപോലെ അത് ഏത് തുടക്കക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും? വടിവത്ത അക്ഷരങ്ങൾ ശീലിക്കാനും കൂടെ പറ്റുന്നതാണ് ഖത്തുൻ നസ്ഖ്. അതുകൊണ്ട് തന്നെ പ്രൈമറി ക്ലാസ്സിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഖത്തു അൻ നസ്ഖാണ്. ഇനി ഖത്തുർ റുക്അ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വേഗത്തിൽ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിപിയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന അവസാന ഇയറൊക്കെ ആകുമ്പോൾ നമ്മൾ നോട്ടൊക്കെ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? സ്പീഡിൽ അങ്ങനെ എഴുതൂല്ലേ? ഇപ്പോൾ സീനൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ പുള്ളിയൊന്നും ഉണ്ടാവില്ല, അത് ഒറ്റ വരട് വെച്ചിട്ട് അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ എഴുതല്. ഈ രൂപത്തിൽ എന്താണ്? വളരെ വേഗത്തിൽ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കുന്ന രീതി അത് അല്പം സങ്കീർണമാണ് എന്ന് പറയാൻ എന്താണ്? അത് ചെറിയ കുട്ടികൾക്കൊന്നും അത് വായിച്ചാൽ മനസ്സിലാവില്ല. അറബി ഭാഷയിലൊക്കെ കഴിവുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവുള്ളൂ അല്ലേ? അപ്പം അങ്ങനത്തെ എഴുത്തുണ്ട്. അതാണ് ഖത്തു റുക്അ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നത് ദീവാനിയാണ്. എന്താണ് ഖത്തു ദീവാനി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖത്തു ദീവാനി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലിഗ്രാഫി പോലെ അക്ഷരങ്ങൾക്ക് വളഞ്ഞും പൊളഞ്ഞൊക്കെ എഴുതുമല്ലോ. കുട്ടികൾക്കൊന്നും അനുയോജ്യമല്ല അല്ലേ? കാലിഗ്രാഫിക്ക് നമുക്ക് ചിലപ്പോൾ വായിക്കാൻ തന്നെ മനസ്സിലാവില്ല. ആ രൂപത്തിലുള്ള എഴുത്തുകൾ. അതേപോലെ തന്നെ കൂഫി, ഇത് അറബിക് ലിപിയുടെ ഏറ്റവും പഴയ രൂപമാണ്. അതായത് ചതുരത്തിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക അതിൻ്റെ ലെറ്റേഴ്സൊക്കെ. ആ രൂപത്തിൽ എഴുതുന്ന രീതിയാണ്. അപ്പോൾ പ്രൈമറി ക്ലാസ്സിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അക്ഷരം പഠിപ്പിക്കാനുള്ള രീതി എന്ന് പറയുന്നത് എന്താണ്? അത് ഖത്തു അൻ നസ്ഖാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓപ്ഷന് ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മുആലജത്തു അൽ അഖ്താഉൽ ലുഗവിയ്യ അൽ അഫ്ളൽ. എന്താണ് മുആലജത്ത് പറഞ്ഞാൽ? ചികിത്സ അല്ലേ? അൽ അഖ്താഉൽ ലുഗവിയ്യ പറഞ്ഞാൽ ഭാഷാപരമായിട്ടുള്ള തെറ്റ്. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥിക്ക് ഭാഷാപരമായിട്ടുള്ള ഒരു തെറ്റ് സംഭവിച്ചാൽ അത് എങ്ങനെയാണ് നമ്മൾ തിരുത്തി കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ വിദ്യാർത്ഥിക്ക് ഭാഷാപരമായിട്ടുള്ള ഒരു തെറ്റ് സംഭവിച്ചാൽ അതിനെ നമ്മൾ എങ്ങനെയായിരിക്കും തിരുത്തി കൊടുക്കുക? ഓപ്ഷൻ എ അത്തസ്ഹീഹ് ഗൈറു മുബാഷിർ. ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? കുട്ടിക്ക് ആ തെറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ശരിയാക്കി കൊടുക്കുന്നു. ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? അതിനെ തിരുത്തി കൊടുക്കുക. ഓപ്ഷൻ ബി അൽ ഇക്കാബ്, പണിഷ്മെൻറ്റ്, ശിക്ഷിക്കും. തെറ്റ് പറ്റിയതിന് എന്ത് ചെയ്യും? കുട്ടിയെ ശിക്ഷിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഓപ്ഷൻ സി തജാഹലുൽ അഖ്താ, ആ തെറ്റ് എന്ത് ചെയ്യുന്നു? അത് അവഗണിക്കും അല്ലേ? അത് അത്ര മെയിൻ ചെയ്യൂല. നമ്മൾ തെറ്റെങ്കിൽ തെറ്റട്ടെ എന്നുള്ള രൂപത്തിൽ നമ്മൾ മെയിൻ ചെയ്യാതെ വിടും. ഓപ്ഷൻ ഡി അത്തൗബീഹ്. അത്തൗബീഹ് എന്ന് പറഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യും? അതിൻ്റെ പേരിൽ നമ്മൾ കളിയാക്കും. ഏതാണ് കറക്റ്റ് ആൻസർ?
ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അത്തസ്ഹീഹ് വൈറൽ മുബാഷിർ, ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കുട്ടിക്ക് ആ തെറ്റ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കും. എങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കൊടുക്കുക? ഒരു തെറ്റ് പറ്റി, ആ തെറ്റ് പറ്റിയേക്കിന് അത് അങ്ങനെയല്ല എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അതേപോലത്തെ വേറൊരു എക്സാമ്പിള് നമ്മൾ കാണിച്ച് കൊടുത്തിട്ട്, കണ്ടില്ലേ ഇതിങ്ങനെയാണ്, ഇതേപോലെ തന്നെയാണ് ഇവിടെ മിഹ്റാബ് വരുന്നത്, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ശരിക്കും എഴുതേണ്ടത് എന്നവരോട് ചോദിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ കാമൽ മുഅല്ലിമ എന്ന് കുട്ടി പറഞ്ഞു, അധ്യാപകൻ നിന്നു, കാമൽ മുഅല്ലിമ എന്ന് പറയുമ്പോൾ അതെന്താണ്, ഗ്രമാറ്റിക്കലി തെറ്റാണതില്ലേ, കാമൽ മുഅല്ലിമു എന്നാണല്ലോ പറയേണ്ടത്. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വേറെ ഒന്ന് രണ്ട് എക്സാമ്പിളൊക്കെ കൊണ്ടുവന്നിട്ട് എന്നിട്ട് പറയും ഇതേ ഇറാബ് തന്നെയാണല്ലോ ഇവിടെയും വരേണ്ടത് എന്ന് ആ കുട്ടിക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കുന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും, അത് വിശദീകരിച്ച് കൊടുക്കും. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, തിരുത്തി കൊടുക്കുകയാണ് വേണ്ടത്. അതല്ലാതെ തെറ്റിതാണ് എന്ന് പറഞ്ഞിട്ട് ഇത് ശരിയെന്ന് എഴുതി കൊടുക്കുകയല്ല നമ്മൾ വേണ്ടത്. കുട്ടി തന്നെ എന്ത് ചെയ്യണം, അത് ശരിയിലേക്ക് എത്തുന്ന രൂപത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കണം നമ്മൾ അത് ശരിയാക്കേണ്ടത്. അതുപോലെ തന്നെ പണിഷ്മെൻറ്റ് കൊണ്ടൊന്നും ഒരു കാര്യമല്ലേ, പണിഷ്മെൻറ്റ് പിന്നെ ചെയ്തു എന്നുള്ളത് കൊണ്ട് തെറ്റാകാതിരിക്കൂലല്ലോ, തെറ്റപ്പോഴും എന്ത് ചെയ്യും, തെറ്റായി തന്നെ തുടരുന്നുണ്ടാകും. അതുകൊണ്ട് പണിഷ്മെൻ്റ് ഒന്നും എന്തല്ല, നമ്മുടെ ഈ ഒരു പിന്നെ തെറ്റിനെ അത് തിരുത്താനുള്ള ഒരു വഴിയല്ല എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഒരു അധ്യാപകർ തെറ്റിനെ അവഗണിച്ചുകൊണ്ട് കുട്ടിയുടെ നോട്ട്ബുക്കൊക്കെ നോക്കുന്ന സമയത്ത് തെറ്റ് കണ്ടു, അത് പോട്ടെ എന്ന് കരുതിയാൽ ആ കുട്ടി അതേപോലെ തന്നെ പഠിക്കില്ലേ, അവനിലൂടെ വളർന്നു വരുന്ന മറ്റു തലമുറകളിലേക്കും അവനത് പാസ് ചെയ്യും. അപ്പോൾ ആ ഒരു തെറ്റെന്താണ്, അത് അങ്ങനെ സർക്കുലേറ്റ് ചെയ്തു പോകും അല്ലേ. അപ്പോൾ അതൊന്നും പാടില്ല. തെറ്റിനെന്തെയാണ് കണ്ടാൽ കുട്ടികൾക്ക് നല്ല രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ആരെങ്കിലും തെറ്റ് സംഭവിച്ചു എന്ന് കണ്ടാൽ അവരെ നമ്മൾ കളിയാക്കുന്ന രീതി, അതൊന്നും ഒരു അധ്യാപകന് യോജിച്ചതല്ല. സോ അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അത്വരീഖത്തു സ്വഹീഹ ലി ത്വർഹിൽ സുആൽ. എന്താണ് ത്വർഹിൽ സുആൽ എന്ന് പറഞ്ഞാൽ? ക്വസ്റ്റ്യനിങ്, ചോദ്യം ചോദിക്കാം. അപ്പോൾ ചോദ്യം ചോദിക്കുന്നതിനും അതിൻ്റേതായിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട് അല്ലേ, മൈക്രോ ടീച്ചിങ്ങിലൊക്കെ അത് പഠിക്കുന്നതാണ്, അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് അതെല്ലാം. അപ്പോൾ ചോദ്യം ചോദിക്കാനും ഒരു പ്രത്യേകം സ്കില്ലുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. തോന്നുന്നത് പോലെ നമ്മൾ ചോദ്യം ചോദിച്ചാൽ അത് ശരിയാവില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ചോദ്യം ചോദിക്കുന്നതിൻ്റെ ആ ഒരു ശരിയായ രൂപം എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഓപ്ഷനുകൾ നമുക്ക് പരിശോധിക്കാം. ഇഖ്തിയാറു ത്വാലിബ് സുമ്മ സുആൽ, ഒരു കുട്ടി എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് അവനോട് ചോദിക്കുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ അസ്സുആൽ ലിൽ ജമീഅ്, മുഴുവൻ കുട്ടികളിലോടും എന്ത് ചെയ്യണം, മൊത്തത്തിൽ നമ്മൾ ആ ചോദ്യം പ്രസൻറ്റ് ചെയ്യും. എന്നിട്ടോ സുമ്മ ഇഖ്തിയാറു ത്വാലിബ്, പിന്നെ അവരുടെ കൂട്ടത്തിൽ നിന്നൊരു വിദ്യാർത്ഥിയെ തിരഞ്ഞെടുത്ത് അവനോട് അതിന് ഉത്തരം പറയാൻ വേണ്ടി പറയും. ഓപ്ഷൻ സി സുആലു ത്വാലിബ് അല്ലാഹി ഫഖത്ത്, ക്ലാസ്സിലെ ദുർബലനായ കുട്ടിയോട് മാത്രം ഇങ്ങനെ ചോദിക്കും. ഓപ്ഷൻ ഡി അസ്സുആൽ മഅൽ ജവാബ് മഅൻ, ചോദ്യം ചോദിക്കുന്നു, ആ അധ്യാപകൻ തന്നെ അതിന് ഉത്തരം പറയുന്നു. ഏതാണ് ശരിയായിട്ടുള്ള മെത്തേഡ്? നിങ്ങളുടെ ആൻസർ എന്താണ്? ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തൂ, അവസാനം എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നമ്മൾ മനസ്സിലാക്കുക, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇഖ്തിയാറു ത്വാലിബ് സുമ്മ സുആൽ, ഒരു വിദ്യാർത്ഥിയെ സെലക്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മറ്റുള്ള ക്ലാസ്സിലെ കുട്ടികളൊക്കെ എന്താണ്, അവരൊക്കെ പല കാര്യത്തിൽ ബിസിയാകും. കാരണം അവരിവിടെ ഇൻവോൾവ് അല്ല, കാരണം ഒരാളോടാണ് ചോദിച്ചത്, അവന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതിയില്ലേ. ബാക്കി കുട്ടികളൊക്കെ എന്താണ്, പല കാര്യങ്ങളിലും മുഴുകുന്നുണ്ടാകും, അവിടെ ബഹളമുണ്ടാകും, പലതും ഉണ്ടാകും. കുട്ടികളുടെ അറ്റൻഷൻ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യൂല, ഈ ഒരു ചോദ്യത്തിലേക്ക് വരില്ല അല്ലേ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ അത് എന്താണ്, അവൻ മാത്രം പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ള തരത്തിൽ ആ ഒരു ചോദ്യത്തെക്കുറിച്ച് മറ്റു കുട്ടികളൊന്നും എന്ത് ചെയ്യൂല, ആലോചിക്കാൻ പോലും തയ്യാറാവില്ല. കാരണം അതിന് അവന് ഉത്തരം പറയട്ടെ എന്നുള്ള രൂപത്തിലായിരിക്കും. എന്നാൽ ഓപ്ഷൻ ബി അസ്സുആലിൽ ജമീഅ്, ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളോട് നമ്മൾ ചോദ്യം പ്രസൻറ്റ് ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? എല്ലാവരും ആ ചോദ്യം മനസ്സിലാക്കുന്നു. കാരണം ആരോടാ ചോദിക്കണമെന്ന് അവർക്കറിയില്ലല്ലോ. എല്ലാവരും അതിൻ്റെ ഉത്തരത്തെക്കുറിച്ച് ആലോചിക്കും.
അവരോട് ചോദിച്ചാൽ ഉത്തരം പറയണമെന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകും അല്ലേ? അപ്പോൾ എല്ലാവരും ചോദ്യം മനസ്സിലാക്കി അതിന് ഉത്തരം എന്താണെന്ന് അവർ മനസ്സിലാലോചിക്കും. എന്നിട്ട് അധ്യാപകൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളോട് ഉത്തരം പറയുമ്പോൾ എന്താണ്, എല്ലാവർക്കും ആ ചോദ്യം അവരുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള മെത്തേഡ്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. പിന്നെ നമ്മുടെ ക്ലാസ്സിലെ ഒരു ദുർബലനായിട്ടുള്ള ഒരാളോട് മാത്രം ചോദിക്കലും അധ്യാപകൻ തന്നെ ചോദ്യം ചോദിച്ചിട്ട് അതിന് ഉത്തരം പറയലും ഒന്നും അത് ഒരു ശരിയായിട്ടുള്ള രൂപമല്ല. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷന് ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മിൻ തഹദ്ദിയാത്തി തദ്രീസ് അൽ അറബിയ ഫി സഫിൽ ഇബ്തിദാഇ. എന്താണ് തഹദ്ദിയാത്തി എന്ന് പറഞ്ഞാൽ? വെല്ലുവിളി അല്ലേ? തഹദ്ദിയാത്ത് തദ്രീസുൽ അറബിയ, അറബി ഭാഷ പഠിപ്പിക്കുന്നതിനുള്ള വെല്ലുവിളി എവിടെ? ഫി സഫിൽ ഇബ്തിദാഇ, പ്രൈമറി ക്ലാസ്സിൽ. നമ്മുടെ പ്രൈമറി ക്ലാസ്സിൽ അറബി ഭാഷ പഠിപ്പിക്കാനുള്ള നമുക്കുണ്ടാകുന്ന വെല്ലുവിളി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഓപ്ഷനുകൾ നോക്കാം. കസ്റത്തിൽ അൻഷിത, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. പ്രൈമറി ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, അത് വല്ലാത്തൊരു വെല്ലുവിളിയാണ്. അത് ശരിയാണോ? ആക്ടിവിറ്റീസ് കൂടുമ്പോൾ എന്താണ്, കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയാണ് ചെയ്യല്ലേ? അവർക്ക് ഭാഷാപരമായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഭാഷയിൽ അവർക്ക് കൂടുതൽ ഡെവലപ്പ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആക്ടിവിറ്റീസ് കൂടി എന്നുള്ളത് അതൊരു വെല്ലുവിളിയായിട്ട് നമുക്ക് കാണുവാൻ പറ്റുകയില്ല. ഓപ്ഷൻ ബി, ഹൽക്കു ജവുൻ അറബിയുൻ, നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു അറബി ഭാഷ എൻവിയോൺമെൻറ്റിനെ സൃഷ്ടിക്കുക എന്നുള്ളത്. ഇത് എന്താണ്, പിന്നെ ആലോചിക്കേണ്ട ഒരു ഓപ്ഷനാണ് അല്ലേ? നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു അറബി ഭാഷ എൻവിയോൺമെൻറ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വല്ലാത്തൊരു വെല്ലുവിളിയാണ്. അത് ശരിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന മാതൃഭാഷയിലാണ് അല്ലേ? ഇപ്പോൾ ക്ലാസ്സിൽ നമ്മളൊരു അറബി ഭാഷയിൽ അവരെ പഠിപ്പിച്ചാലും പുറത്തിറങ്ങിയാൽ അവർ സംസാരിക്കുന്നത് അവരുടെ കൂട്ടുകാരോട് സംസാരിക്കുന്നത് മലയാളത്തിലാണ്, സൊസൈറ്റിയിൽ മലയാളത്തിലാണ്, വീട്ടിൽ മലയാളത്തിലാണ് അല്ലേ? മാതൃഭാഷയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു അറബി എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വല്ലാത്തൊരു വെല്ലുവിളി തന്നെയാണ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷന് ബി ആണ്. ഓപ്ഷൻ സി നോക്കാം. വഫറത്തുൽ വസായിൽ, ധാരാളം ടീച്ചിങ് എയ്ഡ് ഉണ്ട് എന്നുള്ളതാണ് വെല്ലുവിളി. അതൊന്നും വെല്ലുവിളിയല്ല. അതൊക്കെ നമുക്ക് എന്താണ്, കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കാനും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ സുഹൂലത്തുൽ മൻഹജ്, നമ്മുടെ കരിക്കുലത്തിൻ്റെ ഈസി, വളരെ സിമ്പിളായിട്ടുള്ള കരിക്കുലമാണ്. അപ്പോൾ ഇതൊന്നുമല്ല അതിൻ്റെ വെല്ലുവിളിയായിട്ട് വരുന്നത്, മറിച്ച് ഓപ്ഷന് ബി ആണ്. ഹൽക്കു ജവുൻ അറബിയൻ, ഒരു അറബി ഭാഷ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക അല്ലേ? നമുക്ക് അറബി ഭാഷയിൽ തന്നെ പറഞ്ഞ് അത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിൽ അങ്ങനത്തെ ഒരു പിന്നെ ഒരു ക്ലാസ് അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പ്രൈമറി ക്ലാസ്സിൽ നമുക്ക് അറബി ഭാഷ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മിനൽ മബാദിഇൽ അസാസിയ ലി തുർക്കി തദ്രീസ്. എന്താണ് മബാദി എന്ന് പറഞ്ഞാൽ? മബാദി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ അല്ലേ? അൽ അസാസി, അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പൾ. എന്തിൻ്റെ? ലി തുർക്കി തദ്രീസ്, ടീച്ചിങ് മെത്തേഡിൻ്റെ അടിസ്ഥാനപരമായ പ്രിൻസിപ്പളിൽ പെട്ടത് ഏതാണ്? ഒരു ടീച്ചിങ് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഫോളോ ചെയ്യേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള മെത്തേഡ് രൂപം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ, മിനൽ മഹ്സൂസി ഇലൽ മഅ്കൂലി. നമ്മൾ ഒരുപാട് തവണ ഇതെല്ലാം പഠിച്ചതാണ് അല്ലേ? നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. മിനൽ മഹ്സൂസി ഇലൽ മഅ്കൂലി. മഹ്സൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവവേദ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഇലൽ മഅ്കൂലി, കുട്ടികൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കേണ്ട കാര്യങ്ങളിലേക്ക്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? കുട്ടികൾക്ക് കണ്ടും കേട്ടും അനുഭവിച്ചും രുചിച്ചൊക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് അതിനുശേഷമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അവർക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ട വിഷയത്തിലേക്ക് പോകേണ്ടത്. ഓപ്ഷൻ ബി, മിന സുഅബി ഇല സഹരി, പ്രയാസമുള്ളതിൽ നിന്ന് എളുപ്പത്തിലേക്ക്. ഓപ്ഷൻ സി, മിനൽ മുതഅഖിരി ഇലൽ മുബക്കിരി, അകലിൽ നിന്ന് അടുത്തേക്ക്. എന്ന് പറഞ്ഞാൽ
ആദ്യം എന്താണ് കുട്ടികൾക്ക് അറിയാത്ത വിദൂരത്തുള്ള അവർക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ മുബക്കിരി അടുത്തേക്ക് വരുന്ന രൂപം. അടുത്തത് മിനൽ ഖാസി ഇലൽ ആമിദായിമൻ പ്രത്യേകമായതിൽ നിന്ന് പൊതുവായതിലേക്ക് എപ്പോഴും എന്ത് ചെയ്യുക, പ്രത്യേകമായതിൽ നിന്ന് പൊതുവായതിലേക്ക്. ഇവിടെ ദായിമൻ എന്നും കൂടി കൊടുത്തിട്ടുണ്ടല്ലേ, അതാണ് ഇവിടുത്തെ തെറ്റാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് നിങ്ങളുടെ കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ സിമ്പിളാണല്ലേ, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. മിനൽ മഹ്സൂസി ഇലൽ മഅകൂലി അല്ലേ, മിനൽ മഹ്സൂസി ഇലൽ മഅകൂലി എന്ന് പറഞ്ഞാൽ അനുഭവവേദ്യമായതിൽ നിന്ന് എന്ത് ചെയ്യണം, ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിലേക്ക്. ആ രൂപത്തിലാണ് നമ്മൾ ടീച്ചിങ് മെത്തേഡ് നമ്മൾ രൂപീകരിക്കേണ്ടത്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഈ ഓപ്ഷൻ ബി മിന സഹിലി ഇല സുബി എന്നാണെങ്കിൽ ശരിയായിരുന്നു അല്ലേ, മിനൽ മുബക്കിരി ഇലൽ മുതഖിരി പറഞ്ഞാലും ശരിയാണ്. അപ്പോൾ ഇതൊക്കെ ശരിയാണ്, പക്ഷെ ഇത് തിരിച്ചായത് കൊണ്ടാണ് ഇതൊക്കെ തെറ്റായി മാറിയിട്ടുള്ളത്. പിന്നെ ഇവിടെ കാണുന്ന ഓപ്ഷൻ ഡി മിനൽ ഖാസി ഇലൽ ആമി. ഖാസി ഇലൽ ആമി എന്ന് പറയുന്നത് ഏതിൻ്റെതാണ്? ത്വരീഖത്തുൽ ഇസ്തിഖ്റാഇൻ്റെ രൂപമാണ് അല്ലേ. ത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ നമുക്കറിയാം. എന്താണ് ത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ? നമ്മുടെ നെഹ്വിൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്ക് പോലെ നമ്മളെപ്പോഴും പറയാറുള്ളതാണ് ക്ലാസ്സിൽ. ആദ്യം ഉദാഹരണം, പിന്നീട് ചർച്ച, പിന്നീട് ഒരു നിയമത്തിലേക്ക് വരും അല്ലേ. അതാണ് മിനൽ ഖാസി ഇലൽ ആമി എന്നുള്ളത് അല്ലേ, ആ രൂപമാണത്. എന്നാൽ എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ആമി ഇലൽ ഖാസി എന്നുള്ളതോ ഇസ്തിദ്ലാലിയാണ്. ആദ്യം കായികയായിരിക്കും, പിന്നീടാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ രണ്ട് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഈ ഒരു ആൻസർ തെറ്റാനുള്ള കാരണം എന്താണ്? എല്ലായ്പ്പോഴും എന്താണ് മിനൽ ഖാസി ഇലൽ ആമി ആയിരിക്കണം എന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ നേരെ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ക്ലാസ് എടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെയും ക്ലാസ് എടുക്കുക, അത് തെറ്റൊന്നുമല്ലല്ലോ. ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയിലും ക്ലാസ് എടുക്കാം, അത് തെറ്റൊന്നുമല്ല. പക്ഷേ നമ്മളോടിവിടെ ഓപ്ഷനിൽ പറഞ്ഞ എന്താണ്, ദായിമൻ എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്ന് അറിയണത് അതൊരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റുന്നതല്ല. അടുത്ത ക്വസ്റ്റ്യൻ, അൽ ആലിമുല്ലദി കാല ബി വുജൂദി ജിഹാസിൽ ഇക്തിസാബിൽ ലുഗ. അൽ ആലിം പണ്ഡിതൻ, അല്ലദി കാല അദ്ദേഹം പറഞ്ഞത് ബി വുജൂദി ജിഹാസിൽ ഇക്തിസാബിൽ ലുഗ ഭാഷ അക്വിസിഷൻ ഡിവൈസ്, ലാഡ് എന്ന് പറയും, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഓരോ മനുഷ്യൻ്റെയും ബർത്തിൻ്റെ സമയത്ത് തന്നെ അവൻ്റെ ഉള്ളിൽ എന്താണ്, ഭാഷാ സമ്പാദനത്തിനുള്ള ഒരു ഡിവൈസ് ഉണ്ട്, ഒരു ഉപകരണമുണ്ട് എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലേ. അൽ ആലിമുല്ലദി കാല ബി വുജൂദി ജിഹാസി ലി ഇക്തിസാബില്ലുക, ഭാഷ അക്വിസിഷനുള്ള ഒരു ഉപകരണം ഓരോരുത്തരുടെയും ബർത്തിൻ്റെ സമയത്ത് തന്നെ, ഓരോ കുട്ടിയുടെയും ബർത്തിൻ്റെ സമയത്ത് തന്നെ അവനിലുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണല്ലേ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, നോം ചോംസ്കി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ലാഡുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ക്ലാസ്സിൽ വിശദമായിട്ട് നമ്മൾ പഠിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അത്തർബിയത്തുൽ ഹദീസ തുറക്കിസു അല. അത്തർബിയത്തുൽ ഹദീസ ആധുനിക വിദ്യാഭ്യാസം തുറക്കിസു അല എന്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? നമുക്കറിയാം ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ആണല്ലേ. വിദ്യാർത്ഥിയാണ് കേന്ദ്രം. വിദ്യാർത്ഥിയെ അവൻ്റെ അഭിരുചിയും അവൻ്റെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയാണ് ഇന്നുള്ളതിലെ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ വളരെ സിമ്പിളായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന്. ഓപ്ഷൻ ഏതാണ്? അൽ മുഅല്ലിം അധ്യാപകൻ, അൽ കിതാബ് ടെക്സ്റ്റ് ബുക്ക്, അൽ ഇദാറ അഡ്മിനിസ്ട്രേഷൻ, അൽ മുതഅല്ലിം വിദ്യാർത്ഥി അല്ലേ, പഠിതാവ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അൽ ഖിറാഅത്തു സ്വാമിത ലാ തഹ്തമ്മു ബി. അൽ ഖിറാഅത്തു സ്വാമിത സൈലൻ്റ് റീഡിംഗ് അല്ലേ, അൽ ഖിറാഅത്തുൽ ജഹരിയ ലൗഡ് റീഡിംഗ്. ഓക്കെ, അൽ ഖിറാഅത്തു സ്വാമിത സൈലൻ്റ് റീഡിംഗ് ലാ തഹ്തമ്മു ബി അത് പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്തിന്? അൽ ഫഹം അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാൻ, അസുർഅ സ്പീഡ്. ഓപ്ഷൻ സി മുഷാറക്കത്തുൽ ജമിയ ഒരുപാട് ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അന്നുത്തുക്ക് ഉച്ചാരണം. ഏതാണ് കറക്റ്റ് ആൻസർ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കാരണം
സൈലൻ്റ് റീഡിങ് എന്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല? നുത്തുക്കിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം സൈലൻ്റ് ആണ്. നമ്മൾ കണ്ണുകൊണ്ട് കണ്ടൊക്കെയാണല്ലോ വായിക്കല്ലേ. അത് നമ്മുടെ നാവൊന്നും ചലിക്കണില്ലല്ലോ അവിടെ. നമ്മളിങ്ങനെ സൈലൻ്റ് ആയിട്ട് റീഡ് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ നാവിന് ഉച്ചാരണത്തിന് അവിടെ ഒരു പ്രാധാന്യമില്ല. അപ്പോൾ സൈലൻ്റ് റീഡിങ് നുത്തുക്കിന് എന്ത് ചെയ്യുന്നില്ല? പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്നാൽ ഫഹം അണ്ടർസ്റ്റാൻഡിങ്ങിന് പ്രാധാന്യമുണ്ട്. അതേപോലെ സുർഅത്ത്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വായിക്കാൻ പറ്റും സൈലൻ്റ് ആയിട്ട് റീഡ് ചെയ്യുമ്പോൾ അല്ലേ. അതേപോലെ തന്നെ മുഷാറക്കത്തുൽ ജമീ, ഒരുപാട് ആളുകൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് ലൗഡ് റീഡിങ് നടത്തിയ എന്തായിരിക്കും അവസ്ഥ? ആകെ ഒച്ചയും മൊത്തത്തിലൊരു ബഹളമായി ആയിരിക്കില്ലേ. എന്നാൽ അവരോട് സൈലൻ്റ് ആയിട്ട് വായിക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും വായിക്കാൻ പറ്റും, ഒരുപാട് ആളുകൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് അൽ ഖിറാഅത്ത് സ്വാമിത ലാ തഹ്തമു ബി അന്നുതുക് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മിൻ ഫവായിദി തുർക്കു തദ്രീസിൻ നാജിഹ. എന്താണ്? ഒരു വിജയിച്ച ടീച്ചിങ് മെത്തേഡിൻ്റെ ഫവായിദ്, ഗുണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഓപ്ഷനുകൾ നോക്കാം. തഖ്ലീലു ദാഫിഇയ്യ. എന്താണ് തഖ്ലീലു ദാഫിഇയ്യ എന്ന് പറഞ്ഞാൽ? റെഡ്യൂസ്ഡ് മോട്ടിവേഷൻ. റെഡ്യൂസ്ഡ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ടീച്ചിങ് മെത്തേഡ് ഉപയോഗിച്ചാൽ കുട്ടികളുടെ പഠിക്കാനുള്ള ആവേശം അത് കുറയ്ക്കുന്നു. അത് ശരിയാണോ? നല്ലൊരു ടീച്ചിങ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവരുടെ ആ ഒരു താല്പര്യം, അവരുടെ ഒരു ആവേശം കുറയുന്നു എന്നാണ് ഓപ്ഷൻ പറയുന്നത്. അത് എത്രത്തോളം ശരിയാണ്? അതൊരിക്കലും ശരിയല്ല അല്ലേ. നല്ലൊരു ടീച്ചിങ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാനുള്ള ആഗ്രഹമായിരിക്കും ഉണ്ടാവുക. ഒരിക്കലും അത് തഖ്ലീലു ദാഫിഇയ്യ, അവരുടെ ആ ഒരു പഠിക്കാനുള്ള ആഗ്രഹം അത് കുറയ്ക്കുന്നില്ല. ഓപ്ഷൻ ബി സിയാദത്തു സിക്ക. സിയാദത്തു സിക്ക എന്ന് പറഞ്ഞാൽ ബൂസ്റ്റ് സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസിന് എന്ത് ചെയ്യുന്നു? അത് ബൂസ്റ്റ് ചെയ്യുന്നു. ഒരു അധ്യാപകൻ നല്ല മെത്തേഡ് ഉപയോഗിച്ചാൽ പാഠഭാഗങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുകയും അത് അവർക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നു? കോൺഫിഡൻസ് ഡൗൺ ചെയ്യും. നമുക്ക് പഠിച്ച് മുന്നേറാൻ പറ്റും എന്നുള്ള തലത്തിലേക്ക് അവർക്കൊരു കോൺഫിഡൻസ് ലെവൽ അവരുടേത് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കാൻ അത് കാരണമാകുന്നു. അതാണ് ഓപ്ഷൻ ബി പറയുന്നത്. ഓപ്ഷൻ സി ഇഹ്മാലുൽ മുതഅല്ലിം, പഠിതാവിനെ അവഗണിക്കലാകും. അത് നല്ലൊരു ടീച്ചിങ് മെത്തേഡ് ഉപയോഗിച്ചാൽ അത് പഠിതാവിന് നമ്മൾ അവഗണിക്കുന്നതാകും. അത് ശരിയാണോ? അല്ല. ഓപ്ഷൻ ഡി തുളിഉ അൽ വക്ത്, അതെന്ത് ചെയ്യുന്നു? ഒരുപാട് സമയത്തെ നഷ്ടപ്പെടുത്തും. നല്ലൊരു ടീച്ചിങ് മെത്തേഡ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? സമയത്തെ നഷ്ടപ്പെടുത്തുകയില്ല. കാരണം നല്ലൊരു ടീച്ചിങ് മെത്തേഡ് ആണെങ്കിൽ അത് നല്ല പ്ലാനോട് കൂടെ എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചെല്ലാം കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയായിരിക്കും വന്നിരിക്കുക. അതുകൊണ്ട് തന്നെ അതൊരിക്കലും സമയനഷ്ടം ഉണ്ടാക്കുകയില്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? സിയാദത്തു സിക്ക. അത് നല്ല സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അവലുമൻ വല ഖവാനീനു തഅല്ലും. ലേണിങ്ങിൻ്റെ ആദ്യത്തെ നിയമം കൊണ്ടുവന്നത് ആരാണ് എന്നുള്ളതാണ്. ലേണിങ്ങിൻ്റെ ആദ്യത്തെ നിയമം ഖവാനീൻ കൊണ്ടുവന്നത് ആരാണ്? ലേണിംഗ് തിയറി ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ്? ഓപ്ഷൻ എ നോം ചോംസ്കി, ഓപ്ഷൻ ബി ഫ്രോയിഡ്, ഓപ്ഷൻ സി തോണ്ടേക്ക്, ഓപ്ഷൻ ഡി പിയാഷെ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. തോണ്ടേക്കാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അത്വരീഖത്തുല്ലത്തി തതവ്വുറു കിഫാഅത്തുൽ മുഅല്ലിം ഹിയ. ഒരു അധ്യാപകൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു അധ്യാപകൻ്റെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതാണ്? ഓപ്ഷൻ എ അത്തഅലീമു തആവുനി. അത്തഅലീമു തആവുനി എന്ന് പറഞ്ഞാൽ കോഓപ്പറേറ്റീവ് ലേണിംഗ് ആണ്. അത്തഅലീമുൽ മുസഗ്ഗർ മൈക്രോ ടീച്ചിങ്. ഓപ്ഷൻ സി അത്തഅലീമു ദാത്തി സെൽഫ് ലേണിംഗ്. ഓപ്ഷൻ ഡി അത്തഅലീമുൽ ഫർദി. ഇതും സെൽഫ് ലേണിംഗ് തന്നെയാണ്. ഇവിടെ നമുക്കറിയാം ഒരു അധ്യാപകൻ്റെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അത്തഅലീമുൽ മുസഗ്ഗർ മൈക്രോ ടീച്ചിങ് ആണ്. അല്ലേ? മൈക്രോ ടീച്ചിങ് ആണ്. മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ
ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ടീമിന് എന്ത് ചെയ്യുന്നു, ക്ലാസ് എടുക്കുന്നു, അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ നടത്തുന്നു, അതിലെന്തെങ്കിലും പോരായ്മകൾ അവർ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് തിരുത്തിക്കൊണ്ട് വീണ്ടും അവർ ക്ലാസ് എടുക്കുന്നു. അങ്ങനെ ഒരു വലിയൊരു കൂട്ടത്തെ ക്ലാസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് അധ്യാപകൻ എന്ത് ചെയ്യുന്നു, ആ ഒരു വിഷയത്തിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള സ്കില്ല് നേടിയെടുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിനാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അധ്യാപകൻ്റെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുന്ന മെത്തേഡ് ഓപ്ഷന് ബി ആണ്, അത്തഅലീമുൽ മുസഗ്ഗർ, മൈക്രോ ടീച്ചിങ്. അടുത്ത ക്വസ്റ്റ്യൻ, അത്തഖ്തീത്ത് ബഈദുൽ മുദ, ഒരു ലോങ് ടേം പ്ലാന്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു ലോങ് ടേം പ്ലാന് ഏതാണ്? അൽ ഖുത്തത്തുൽ യൗമിയ എന്ന് പറഞ്ഞാൽ ഡേ പ്ലാൻ, ഖുത്തത്തു ദർസ് ഒരു ലെസന് വേണ്ടിയിട്ട് നടത്തുന്ന പ്ലാന്. ഓപ്ഷൻ സി അൽ ഖുത്തത്തു സനവിയ ഇയർ പ്ലാൻ. ഓപ്ഷൻ ഡി ഖുത്തത്തുൽ ഹിസ്സ ഒരു പീരീഡിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാന്. ഇതിൽ ഒരു ലോങ് ടൈം പ്ലാൻ എന്ന് പറയുന്നത് ഏതാണ്? ഇതൊക്കെ വളരെ സിമ്പിളാണ്. നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് തവണ ചർച്ച ചെയ്തതും പല മോഡൽ എക്സാമിലും നിങ്ങൾ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷന് സി ആണ്. അൽ ഖുത്തത്തു സനവിയ ഇയർ പ്ലാനാണ് ഒരു ലോങ് ടൈം പ്ലാനിനുള്ള ഉദാഹരണമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മിനൽ വസായിലി സംഇയ്യ അൽ ബസരിയ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓഡിയോ വിഷ്വൽ എയ്ഡ് ഏതാണെന്നുള്ളതാണ്. നമുക്കറിയാം ടീച്ചിങ് എയ്ഡുകൾ നമുക്ക് കാണാൻ പറ്റുന്നതുണ്ട്, കേൾക്കാൻ പറ്റുന്നതുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ടീച്ചിങ് എയ്ഡുകളുണ്ട്, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് കാണാനും അതേപോലെ തന്നെ കേൾക്കാനും പറ്റുന്ന ടീച്ചിങ് എയ്ഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അൽ മിദിയായ് എന്ന് പറയാൻ എന്താണ്? സ്കൂൾ റേഡിയോ അല്ലേ. ഇതെന്താണ്? കേൾക്കാൻ പറ്റുന്നത് മാത്രമാണ് അല്ലേ. റേഡിയോ നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. അസബൂറ ബ്ലാക്ക് ബോർഡ്, അത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടീച്ചിങ് എയ്ഡാണ്. ഒരു വീഡിയോ വിദ്യാഭ്യാസപരമായിട്ടുള്ളൊരു വീഡിയോ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനും പറ്റും, കേൾക്കാനും പറ്റും അല്ലേ. അൽ കിതാബ്, അത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓഡിയോ വിഷ്വൽ എയ്ഡായിട്ട് വരുന്നത് ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷന് സി ആണ്. ഇൻഷാ അല്ലാഹ് ഈ ചോദ്യത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.